കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് വലയുന്ന കോൺഗ്രസിന് കൂനിൻവെൽ കുരുവായി വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് 1700 കോടി രൂപയുടെ നോട്ടീസാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. നികുതി പുനർനിർണയ നടപടിക്കെതിരായ പാർട്ടിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി മണിക്കൂറുകൾക്കകമാണ് പുതിയ നോട്ടീസ് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും കുടിശ്ശികയും അടക്കമുള്ളതാണ് ഈ നോട്ടീസ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 2018-19 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടയ്ക്കാൻ വൈകിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്രൗഡ് ഫണ്ടിലൂടെ പിരിച്ച തുകയടക്കം 4 അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. പിന്നീട് പാർട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്ലൈഡ് ട്രിബ്യൂണൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരായ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. 2014-15 മുതൽ 2016-17 വരെയുള്ള പുനർനിർണയം ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിന്റെ അടുത്ത നടപടി. ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെച്ചുകൊണ്ടുകൂടിയാണ് കോടതി കോൺഗ്രസിന്റെ ഹർജി തള്ളിയത്. കോടതി നടപടിയോടെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ സമീപകാലത്തെങ്ങും പ്രവർത്തനക്ഷമമായേക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ടുകൾ തുറക്കാതിരിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ്. 2014 മുതൽ 17 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ 520 കോടിയിലധികം രൂപ നികുതി കോൺഗ്രസ് അടയ്ക്കാനുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചത്. ആദായ നികുതി റിട്ടേൺ നൽകുന്നതിൽ വീഴ്ചയും വരുത്തി. അനുവദനീയമായതിലും കൂടുതൽ തുക സംഭാവനയായി കൈപ്പറ്റിയെന്ന കുറ്റങ്ങളാണ് കോൺഗ്രസിനെതിരായ ആരോപണങ്ങൾ. ഇതിന് പിന്നാലെയാണ് പാർട്ടി അക്കൗണ്ടുകൾ റദ്ദാക്കിയിരിക്കുന്നത്. 4 ബാങ്കുകളിലെ 11 പാർട്ടി അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമില്ലാത്ത സ്ഥിതിയാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദി സർക്കാർ പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം പുനർമൂല്യനിർണയ നടപടികൾ സമയബന്ധിതമാണെന്നും കോൺഗ്രസ് വാദിക്കുന്നു. ആദായ നികുതി വകുപ്പ് പരമാവധി 6 വർഷത്തേക്ക് മൂല്യനിർണയം പുനർപരിശോധിക്കാൻ മാത്രമായി പരിമിതിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നികുതി പുനർനിർണയ നടപടികൾ സമയബന്ധിതമാണെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ്വി വാദിക്കുന്നത്. എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് ED. ഒരു നിയമവ്യവസ്ഥയും ലംഘിച്ചിട്ടില്ലെന്നും ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നികുതി അടയ്ക്കാത്ത വരുമാനം 520 കോടി അധികം രൂപയാണെന്നും ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.